ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊന്നൊരു നാടൻ സ്റ്റൈൽ പോർക്ക് റോസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇവിടെയൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് പോർക്ക് കിട്ടാറുള്ളത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാറുള്ളത്. ഇന്നത്തെ ഞങ്ങളുടെ രണ്ടിൻ്റെ ഡ്യൂട്ടി പോർക്ക് കട്ട് ചെയ്യലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കായിരുന്നു. നമുക്ക് കുറേ ടൈം വേണ്ടി വന്നു ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പോർക്കിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട് വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് അടുപ്പത്ത് വെക്കുന്നത്. പോർക്കിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണത്. നല്ലോണം പോർക്ക് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല ഡ്രൈ ടൈപ്പ് അല്ല ഉണ്ടാക്കുന്നത്, ചെറിയൊരു കുറുന്നനെയൊരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം പൊട്ടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ചെറുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരുംജീരകപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മൂത്ത് വന്ന മസാലയിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്കും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈയിലല്ല ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു വേവിച്ച് വെച്ചതിൽ. ആ വെള്ളം നമ്മൾ ഒന്നും കൂടെ വറ്റിച്ച് ചെറിയൊരു കുറുകിയ ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇറക്കാൻ നേരത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമ്മൾ മീറ്റ് മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വെച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.